ഹലോ, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. കണവ വാങ്ങിയ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? കണവ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വിചാരിക്കും കണവ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് കണവ വറുക്കുമല്ലേ, വറുക്കും, അതായത് പൊരിക്കും. ഞങ്ങളുടെ വീട്ടിൽ കണവ വാങ്ങിയ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? കണവ തോരൻ വെക്കലാണ് കേട്ടോ. ഈ കറി വെക്കൽ കുറച്ച് കുറവാണ്, കണവ തോരൻ വെക്കലാണ് സാധാരണ പരിപാടി വീട്ടിൽ. പിന്നെ എനിക്ക് പേഴ്സണലി കണവ റോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കണവ റോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണ റെസിപ്പി എന്താണെന്ന് മനസ്സിലായില്ലേ? കണവ കൊണ്ടുള്ള റോസ്റ്റാണ് കേട്ടോ. കണവയുടെ ഈ തലഭാഗമാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഇവിടെ ഞങ്ങൾ റോഡ് വഴി കൊണ്ടുപോകുമ്പോൾ വാങ്ങുന്നതാണ് കേട്ടോ. അതിൽ കണവയുടെ തലഭാഗമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര 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 ഈസി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് കുക്കർ കണവ റോസ്റ്റ്. നമ്മൾ കുക്കറിലാണ് ഇന്ന് കണവ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കിട്ടിക്കാച്ചി ഐറ്റമാണ്, അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ 2 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അത്രയും കൺഫേം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി സംസാരിക്കേണ്ട, പോയാലോ? ഇത് 500 ഗ്രാം കണവയുടെ തലയാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവാള ഇതുപോലെ ചോപ്പ് ചെയ്തത്, ഒരു അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത 1 ടീസ്പൂൺ, കറിവേപ്പില. ഇനി നമ്മൾ കുക്കറിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. ഒരു വറ്റൽമുളക് 2ആയിട്ട് കീറിയത്, ഇത് ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം പച്ചമുളക്. ഇത് ജസ്റ്റ് ഒന്ന് ഏകദേശം കുറച്ച് സമയം, അതായത് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് നേരം നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി, അതായത് ഈ സവോള നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഇത് വരണം കേട്ടോ. അതുവരെ നമ്മളിത് ഇളക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് കുറച്ച് നമ്മളിപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കണ്ടിന്യൂസ് ഇളക്കണം എന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയാലും മതി കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുൾ കളറൊന്ന് ചേഞ്ച് ആവണം. കളറൊന്ന് നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് കളർ ഇത്രയും ചേഞ്ച് ആവണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മല്ലിപ്പൊടി ആദ്യം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഒരു കളർ കിട്ടും നമ്മുടെ കറിക്ക്. ഇത് എരിവുള്ള മുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർക്കാം കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ഇളക്കി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കണവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കണവയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നമ്മൾ നന്നായിട്ട് ഇനി ഇളക്കണം. ഇത് ഏകദേശം ഒരു 1 മിനിറ്റ് അടുപ്പിച്ച് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണവ നിങ്ങളിപ്പോൾ കുക്കറിലല്ല, സാധാരണ ഇപ്പോൾ കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, കുക്കർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, സാധാരണ പാത്രത്തിലാണ് വെക്കണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കണവ ഇട്ടതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ വേവിക്കേണ്ട. 2 മിനിറ്റ് കഴിഞ്ഞും വേവിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റ് കഴിയുവാണെങ്കിൽ അത് റബ്ബർ പോലെ ആവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ മാക്സിമം പോയാൽ 2 മിനിറ്റ്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്ന അങ്ങനെയല്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിന്ന് ഓൾറെഡി വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കണവയെന്ന്. കണ്ടില്ലേ, 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്ന് കണവയെന്നുള്ള ഫുൾ വെള്ളമാണ് ഈ കാണിക്കണേ. ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ.
ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ വെള്ളം ചേർത്ത് കൊടുക്കുക. 1/4 ഗ്ലാസ് ചേർക്കണതായിരിക്കും ബെറ്റർ. ഇപ്പോൾ 1 കിലോ കണവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആദ്യത്തെ വിസിൽ സ്പീഡിലും ബാക്കി 2 വിസിൽ കുറച്ച് സ്ലോ ആയിട്ടും കൊടുക്കുക കേട്ടോ. ഇത് ഇപ്പോൾ വിസിലെല്ലാം കഴിഞ്ഞ് ഒന്ന് തണുത്ത് അതിന് ശേഷം ഞാൻ തുറക്കാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി കണ്ടോ വെള്ളമുണ്ട്. നമുക്കിത് എന്ത് ചെയ്യണമെന്നറിയോ, ജസ്റ്റ് ഒന്ന് ഇത് പറ്റിച്ചെടുക്കണതാണ് നല്ലത് കേട്ടോ. അതല്ല ഈ ഒരു ഫോമിൽ വേണമെന്നുള്ളവർക്ക്, കറിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതാ ഈ ഒരു പരുവത്തിലേക്ക് ഇത് കൊണ്ടുവരണം കേട്ടോ. പെട്ടെന്നാവും, കുക്കറിലായതുകൊണ്ട് നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല. ശേഷം ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് അധികം തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് ചൂടായി കൊടുത്താൽ മതി. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്നിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു തിള വരുമ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പില ഇടുക, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനം ഒഴിച്ച വെളിച്ചെണ്ണ താല്പര്യമില്ലാത്തവർ ഒഴിക്കണമെന്നില്ല, അത് സ്കിപ്പ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. നമ്മൾ അടിപൊളി കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കണവ റോസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരുടെ വീട്ടിലും കുക്കർ ഉണ്ടല്ലോ. കുക്കർ ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. 2 മിനിറ്റ് കൊണ്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണെന്ന്. ചട്ടിയിലാണെന്നോ അല്ല പാനിലാണെന്നോ ഏതെങ്കിലും പാത്രത്തിലാണോ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ഈസി ആയിട്ടുള്ള കണവ റോസ്റ്റ് റെസിപ്പി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ശരി, ടാറ്റാ.